സത്വരമായ നിരന്തര പരിണാമമാണ് ശാസ്ത്ര സാങ്കേതിക മണ്ഡലത്തിൻ്റെ വൈജ്ഞാനിക മുഖമുദ്ര. ഇവിടെ ജ്ഞാനാർജനം ചരിത്രപരതയുടെ പരിമിതികളിൽ തളച്ചിടപ്പെടുന്ന പാഠങ്ങൾ മാത്രമല്ല, വരും കാലത്തെക്കുറിച്ചുള്ള യുക്തിസഹമായ ചിന്തകളാണ് വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനം. ജ്ഞാനം ഭാവിയെ ഉൾക്കൊള്ളുന്നതാവുമ്പോൾ അതിന് ദേശകാലങ്ങളിൽപ്പെട്ട് പരിമിതമാകുവാനും സാധിക്കുകയില്ല. ആഗോളവൽകൃതമായ ഇത്തരമൊരു വിജ്ഞാന വിവര പരിസരത്തിലാണ് ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായർ എന്ന അധ്യാപകൻ ആശയപരമായി നിലകൊള്ളുന്നത്. അധ്യാപനത്തിലുള്ള സ്വതസിദ്ധമായ താൽപ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാരമ്പര്യത്തിലും ചരിത്രത്തിലുമുള്ള അറിവും ആഗോള മൂല്യങ്ങളിലുള്ള വിശ്വാസവും അദ്ദേഹം പുത്തൻ തലമുറയ്ക്ക് ആവശ്യം എന്ന് അഭിപ്രായപ്പെടുന്നു. തിരുവനന്തപുരത്തെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിടെക് ബിരുദം നേടിയ അച്യുത് ശങ്കർ ബോംബെയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും എംടെക് കരസ്ഥമാക്കി. തുടർന്ന് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കമ്പ്യൂട്ടർ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പ്രോസസ്സിൽ എംഫിൽ, കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിൽ PhD എന്നിവ കരസ്ഥമാക്കി. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ ബയോ ഇൻഫർമാറ്റിക്സിൻ്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്നു. കമ്പ്യൂട്ടർ ശാസ്ത്രമാണ് തുടക്കത്തിൽ. ഇപ്പോൾ കുറച്ചുകൂടെ ഒരു സ്പെഷ്യലൈസേഷൻ, കമ്പ്യൂട്ടറുകൾ ജീവശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന പ്രത്യേക സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു മേഖലയിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഭാവിയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് ആ മേഖലയെ മാത്രമാണ്. അപ്പോൾ ഇതിൽ ഈ ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്ന ജെനോമിക്സ് എന്ന് പറയുന്നത് രണ്ടും ഒരു മേഖല തന്നെയാണോ? ബയോ ഇൻഫർമാറ്റിക്സിനകത്ത് ഉൾപ്പെടുന്ന മേഖലകളിൽ ഒന്നായിട്ട്, അതായത് മോളിക്കുലർ തലത്തിൽ കോശങ്ങളുടെ അകത്ത് നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അപഗ്രഥിക്കുക എന്നുള്ളതാണ് ബയോ ഇൻഫർമാറ്റിക്സിൻ്റെ ഒരു പ്രധാന കർത്തവ്യം. അതിൽ ഏറ്റവും ആദ്യം നാം പരിഗണിക്കേണ്ടുന്നത് ജീനുകളിൽ അടങ്ങിയിരിക്കുന്ന വിവരങ്ങളെ എങ്ങനെ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് അപഗ്രഥിക്കുക എന്നുള്ളത്. ആ മേഖലയാണ് ജിനോമിക്സ്. അതുപോലെ തന്നെ പ്രോട്ടീനുകളെ കുറിച്ചിട്ടുള്ള അപഗ്രഥനം, വളരെ പ്രധാനപ്പെട്ട തന്മാത്രകൾ, അത് പ്രോട്ടിയോമിക്സ് എന്നറിയപ്പെടുന്നു. ഇത് രണ്ടും ഇതിൻ്റെ ഉപശാഖകളായിട്ട് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് ഈ പുതിയ മരുന്നുകളുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിക്കുന്ന ഒരു ശാഖയാണിത്, അല്ലേ? അതെ, ഒരുപക്ഷെ ഇതിൻ്റെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള വ്യാവസായികമായിട്ട് പ്രാധാന്യമുള്ള ഒരു ഉപയോഗം എന്ന് പറയാവുന്നത് ഇവ ഉപയോഗിച്ച് ജീവൻ രക്ഷാ ഔഷധങ്ങൾ അതിവേഗം ചിലവ് കുറച്ച് നിർമ്മിക്കാൻ സാധിക്കുക എന്നുള്ളത്. പഴയ കാലത്ത് ഏകദേശം 15 വർഷത്തോളം 80 കോടി രൂപയോളം ചിലവ് വരും ഒരു പുതിയ ഔഷധം സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ സമയവും ചിലവും വളരെയധികം കുറയ്ക്കാനായിട്ട് ഇന്ന് കമ്പ്യൂട്ടറുകൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അത് ഈ മേഖലയുടെ ഒരു സംഭാവനയാണ്. അതിനെക്കുറിച്ച് കുറച്ചുകൂടി കൂടുതൽ നാം പണ്ട് ഔഷധങ്ങൾ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു ഭാഗ്യപരീക്ഷണമായിരുന്നു എന്ന് തന്നെ പറയാം. എന്നാൽ ഇന്ന് നാം വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും അതിനൊരു മാർഗമുണ്ട്. അത് പ്രിസൈസായിട്ട്, അതെ അല്ലേ? അത് ഒരു 30,000 തന്മാത്രകൾ, മരുന്നുകളെല്ലാം തന്നെ തന്മാത്രകളാണ്. 30,000 തന്മാത്രകൾ. തന്മാത്ര എന്ന് ഉദ്ദേശിക്കുന്ന മോളിക്യൂൾസ്. അതെ. അപ്പോൾ ഇതിൽ നിന്ന് ചികഞ്ഞ് പരീക്ഷണം നടത്തി അത് കോശങ്ങളിൽ പ്രയോഗിച്ച് നോക്കി അതിൽ നിന്ന് ഒരെണ്ണം ഒരു പ്രത്യേക രോഗത്തിനുള്ള മരുന്നായിട്ട് കണ്ടെത്തുക എന്നുള്ളതാണ് ഈ 10-15 വർഷം എടുക്കുന്ന അവസ്ഥ. അപ്പം അതിന് പകരമായിട്ട് ഈ രോഗമുണ്ടാക്കുന്ന ഒരു തന്മാത്ര, ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിൽ തന്നെ ജീനുകൾ തെറ്റായി പ്രവർത്തിക്കുന്നതുകൊണ്ടാകാം, അല്ലെങ്കിൽ ശരീരത്തിൽ കടന്നു കയറിയിട്ടുള്ള ഒരു വൈറസ് ഉണ്ടാക്കുന്ന ഒരു തന്മാത്രയായിരിക്കും. ആ തന്മാത്രയെ അറസ്റ്റ് ചെയ്യാനായിട്ട് അതിനോട് വേറൊരു തന്മാത്ര ഒട്ടിച്ചേർന്ന് അതിനെ ബന്ധനസ്ഥനാക്കാനായിട്ടാണ് നമ്മൾ സാധാരണ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് തന്മാത്രാ തലത്തിൽ 2 തന്മാത്രകൾ തമ്മിലുള്ള ഒരു ബാന്ധവം എങ്ങനെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമുക്ക് പ്രവചിക്കാൻ സാധിക്കും എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ഔഷധ നിർമ്മാണത്തിനെ ലളിതവൽക്കരിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് ഈ 30,000 തന്മാത്രകളെ പരിശോധിച്ചിട്ട് അതിൽ ഏകദേശം 50 തന്മാത്രകൾ മാത്രം ജീവശാസ്ത്രജ്ഞൻ പരീക്ഷണശാലയിൽ പരീക്ഷിച്ചാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ കമ്പ്യൂട്ടറുകൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കമ്പ്യൂട്ടറുകളും വൈദ്യശാസ്ത്ര മേഖലയും തമ്മിലുള്ള ജീവജാലങ്ങളും ജൈവലോകവും തമ്മിലുള്ള ബന്ധത്തെയാണ് ഈ പറഞ്ഞ ബയോ ഇൻഫർമാറ്റിക്സ് എന്നും ജെനോമിക്സ് എന്നും പറയുന്നത്. അതെ. കൂടുതൽ കുറച്ചുകൂടി രോഗത്തിൻ്റെ നിവാരണത്തെക്കുറിച്ച് ഈ തന്മാത്രകളുടെ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഈ തന്മാത്രകളെ നാം പണ്ട് അവയെ വിവരിക്കുകയും അവയുടെ സ്വഭാവങ്ങളിലൂടെ മനസ്സിലാക്കുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം തന്നെ സൾഫ്യൂറിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു ഇക്വേഷനാണ് നമ്മൾ ഓർക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഫോർമുല.
ആണ് ഓർക്കുന്നത്. H2SO4. അതെ. അപ്പോൾ അതിൻ്റെ കാലം കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ തന്മാത്രയുടെ ചിത്രം മനസ്സിൽ വരണം എന്നുള്ളതാണ്. നമ്മുടെ ഒരു പരമ്പരാഗത വിദ്യാഭ്യാസ രീതിയിൽ അങ്ങനെയില്ല. വിഷ്വലായിട്ട് കെമിസ്ട്രിയെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പോൾ അത് ബുദ്ധിമുട്ടിന് കാരണം അത് പ്രായോഗികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നുള്ളത്. താങ്കൾ ഉദ്ദേശിക്കുന്ന മോളിക്കുലർ മോഡൽസ് എന്ന് പറയുന്നത് അതാണ്. മോളിക്കുലർ കിറ്റ് എന്നൊക്കെ പറഞ്ഞ അമേരിക്കൻ സർവകലാശാലകളിലൊക്കെ പഠിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന അത് ഫിസിക്കലായിട്ടുള്ള കിറ്റ്സ് ആയിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഉദാഹരണത്തിന് റാസ്മോൾ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതിനകത്ത് നമുക്ക് തന്മാത്രകളുടെ ഫയലുകൾ തുറന്ന് തന്മാത്രകളുടെ ചിത്രങ്ങൾ ത്രിമാന രൂപത്തിൽ കാണാനും അതിൻ്റെ ഏത് ഭാഗം വേണോ നമുക്ക് തിരിച്ച് നോക്കി പരിശോധിക്കാനും സാധിക്കും. അപ്പോൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് തന്മാത്രകൾ തമ്മിലുള്ള പ്രതിപ്രവർത്തനത്തെ നമ്മൾ വിഷ്വലായിട്ട് കാണാൻ ശ്രമിക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും പ്രവചിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ കമ്പ്യൂട്ടറുകളുടെ ഉപയോഗം കൊണ്ട് ഉണ്ടായി. ഇതിനാണോ ഈ കമ്പ്യൂട്ടർ ഇമേജിംഗ് എന്നൊക്കെ നമ്മൾ പറയുന്നത്? ഇല്ല, കമ്പ്യൂട്ടർ ഇമേജിങ്ങിൻ്റെ ഒരു ആപ്ലിക്കേഷനാണിത്. ഇതിനെ ശരിക്കും മോളിക്കുലർ വിഷ്വലൈസേഷൻ സോഫ്റ്റ്വെയർസ് എന്നാണ് നമ്മൾ പരാമർശിക്കുന്നത്. ഇതിപ്പോൾ എത്ര കാലമായിട്ട് പ്രചാരത്തിലുണ്ട് ലോകത്തിൽ ഈ ഒരു? എനിക്ക് തോന്നുന്നു ഒരു 10-20 വർഷമായിട്ട് ഇത് വളരെ പല അളവിൽ പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. എന്നാലും കഴിഞ്ഞ 10 വർഷത്തിനകം ലോകത്തെ പ്രശസ്തമായിട്ടുള്ള സർവകലാശാലകളിലെല്ലാം തന്നെ രസതന്ത്രം പഠിപ്പിക്കാനായിട്ട് മോളിക്കുലർ വിഷ്വലൈസേഷൻ സോഫ്റ്റ്വെയർസാണ് ഉപയോഗിക്കുന്നത്.